എന്നാലും ഗോപു ജെറ്റി പോയി. അതാ ഞാൻ സങ്കടപ്പെട്ടിരിക്കുന്നെന്ന്. ഭയങ്കര നന്നായിട്ട് കളിക്കുന്ന ഒരാളായിരുന്നു അല്ലേ? എന്നാലും എനിക്ക് തോന്നുന്നു ജെറ്റി ആയിരുന്നില്ല പോണ്ടേ, വേറെ ഒരാളായിരുന്നു പോണ്ടേ. അതിനെപ്പറ്റി നമുക്ക് പിന്നെ പറയാം. എന്തായാലും നമുക്ക് എപ്പിസോഡിലേക്ക് കിടക്കാം. പ്രാവശ്യം മാസ്ക് ഓഫ്, ഗോപു മാസ്ക് ഓഫ്. ശരിക്കുമുള്ള ഗോപുവിനെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കൂ. അതെ, ഒരു ടോപ്പിക് ഇടൂ, ഞാൻ പറയാം. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരുടെ മാസ്ക് ഓഫാ? എനിക്ക് ഷ്യാമിൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ കുട്ടി ശരിക്കും എന്താ പറയുക, ആ ഇപ്പം നമ്മൾക്കൊക്കെ ഒരു കൺസെപ്ഷനും ഒരു നോഷനും ഒക്കെ ഉണ്ടല്ലോ, അതല്ല. നമ്മൾ ചിന്തിക്കേണ്ട ടൈം മാറി. ആ കുട്ടി വന്ന ഓരോ പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞാൽ എനിക്ക് ശരിക്കും കണ്ണൊക്കെ നിറഞ്ഞു കേട്ടോ. എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ കുട്ടി പറഞ്ഞു കൊടുക്കുന്ന പാരന്റ്സിനുള്ള അഡ്വൈസാണ്. അതെ അല്ലെ, പാരന്റ്സ് പൊതുവെ നമ്മളെ കുട്ടികളൊരു കംപ്ലൈന്റ് പോയി നമ്മളെ അടുത്തേക്ക് വരുമ്പോൾ നമ്മളേക്കും പറയും സാരില്ല പോട്ടെ, അല്ലെങ്കിൽ ഒതുങ്ങിയിരുന്നോ. പക്ഷെ അല്ല, കുട്ടികളെ സ്ട്രോങ്ങർ ആക്കി പുറത്തേക്ക് വിടണം എന്നാണ്. എനിക്ക് ആ പോയിന്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിനക്ക് ആരെയാ ഇഷ്ടം, ഏതാ ഇഷ്ടപ്പെട്ടെ? ശ്യാമിനിയും എനിക്ക് അതേപോലെ ബ്യൂട്ടീനെ പറ്റി ഷിബിനി പറഞ്ഞതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതല്ലേ, ബ്യൂട്ടിക്ക് ഒരു ഡെഫിനേഷൻ ഇല്ല. കുട്ടി പറഞ്ഞു അതിന് കളറോ നമ്മുടെ തടിയോ ഒന്നുമല്ല അതിന്റെ ഡെഫിനേഷൻ. എനിക്ക് അതില് ആ കുട്ടി പറഞ്ഞ ഒരു കാര്യം ബംബിൾബീന്റെ ബംബിൾബീയുടെ എക്സാമ്പിൾ മാത്രല്ല, അവിടുത്തെ കുറെ ചേച്ചിമാര് അയ്യോ മോൾക്ക് ചെറുക്കന്മാരെ ഒന്നും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞതിന് ആ കുട്ടി പറഞ്ഞ മറുപടി കേട്ടോ, നിങ്ങളുടെ പഠിപ്പും വിദ്യാഭ്യാസം ഇല്ലാത്ത അമ്മക്കളെ വീട്ടിലിരിക്കട്ടെ, എനിക്ക് വേണ്ടെന്ന്. രഞ്ജിനി പറഞ്ഞു അത് മലയാളത്തിലും പറയൂന്ന്. ശരിക്കും നന്നായിരുന്നു കേട്ടോ. അതെ. പിന്നെ ജെട്ടി പറഞ്ഞ ഒരു നഴ്സസിന്റെ റോള് സൊസൈറ്റിയിലുള്ളതും വളരെ ഇൻഫ്ലുവൻഷ്യൽ ആണ്. പിന്നെ ഫാമിലി രാഗേഷിന്റെ അവര് പറഞ്ഞ അവരുടെ ഫാമിലിയിൽ എത്ര കഷ്ടപ്പാട് ദാരിദ്ര്യം സഹിക്കുന്നു, എന്നിട്ടും സന്തോഷമായിട്ട് അമ്മ പറയാ മോനോട്, മോനെ നിനക്കുള്ളൊരു കഴിവാണ്, നീ എവിടെ പോയാലും ആൾക്കാരെ സന്തോഷിപ്പിക്കുന്നു. വെരി ട്രൂ. അതുപോലെ തന്നെ എന്താ, കരയാണെങ്കിൽ നീ നിന്റെ താടിയും ഈ മീശയൊക്കെ വെച്ചോണ്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കരയരുത്, തനിയെ ഉള്ളിൽ പോയി കരയുക. അതിൽ ഞാൻ കുറച്ച് ഓപ്പോസിങ് വ്യൂ ആണ്. കരയുമ്പം ആരാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും കരച്ചിൽ വരുമ്പോ കരയാം എന്നുള്ളത് തുറന്നടിച്ച് തന്നെ കരയാം. അതൊരു ഭയങ്കര നല്ല പാർട്ട് ഓഫ് ദാറ്റ് എപ്പിസോഡായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര പോസിറ്റിവിറ്റി ഉണ്ടല്ലേ രാഗേഷിന്റെ ഫാമിലിയില്. അത് കേൾക്കുമ്പോ തന്നെ ഭയങ്കര സ്ക്രീനിൽ വരുമ്പോഴും അതില്ലേ ഉണ്ട്, നല്ലൊരു ഓറ എന്നൊക്കെ പറയുന്ന ഒരു ഇതുണ്ട്. മനസ്സിന്റെ സന്തോഷം, വീട്ടിൽ നിന്ന് കിട്ടിയ സ്നേഹവും ആയിരിക്കണം. ഇനി നമുക്ക് എലിമിനേഷനിലേക്ക് പോവാം, നമ്മുടെ സാഡ് പാർട്ട്. അതെ, ഗെയിം എങ്ങനെയുണ്ടായിരുന്നു? ഈ ഗെയിമിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ ഒരാളെ ഈ ഗെയിമിൽ നീ നോട്ടീസ് ചെയ്തോ? എന്തൊരു കിടക്കണ പോലെ അവര് പറഞ്ഞു പ്രൊട്ടക്ട് ചെയ്യാൻ. അതെ, ആ 10 സെക്കൻഡ് കിട്ടിയപ്പോ എന്ത് പെട്ടെന്ന് കൊണ്ടുവച്ചു. അതുപോലെ ഒരാൾ ആ 10 സെക്കൻഡിനെ അങ്ങനെ കേടുവാക്കി. ആ കുട്ടി അതിന്റെ മുമ്പത്തെ ഗെയിം നന്നായി കളിച്ച ആളാണ്. ഇതെനിക്ക് തോന്നുന്ന ടെൻഷൻ കൂടി തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഈ എക്സ്പെക്ടേഷൻസ്, കുറെ എക്സ്പെക്ടേഷൻസ് ഉണ്ട്. അത് എനിക്ക് റെസ്പോൺസിബിലിറ്റി ആണ്. ആ 10 സെക്കൻഡ്സിൽ എത്ര വെക്കാം എന്ന് പറയുന്നത് ഓവർ പെർഫോം ചെയ്യാൻ വേണ്ടി നോക്കിയതാണ്. എല്ലാം കൂടെ തടപടപടാ. വേറൊരു കാര്യം, നമ്മളെ കാണിക്കാത്ത ഒരു കാര്യം ഇവിടെ സംഭവിക്കുന്നുണ്ട് തോന്നുന്നു കേട്ടോ. കാരണം ഇവർ ആ ഗെയിം കളിച്ച് കഴിഞ്ഞിട്ട് ആ ഷിജുലാലിന്റെ ടീം അത്യാവശ്യം നന്നായി പെർഫോം ചെയ്തിട്ടില്ല. എന്നിട്ട് പൂജ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, നമ്മുടെ പൂജ ഇത് കഴിഞ്ഞിട്ട് ജഡ്ജസ് പൂജേനെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ പൂജേൻ്റെ കണ്ണിലേക്ക് നോക്കി അവർ കാണിക്കുക ആരെയോ നോക്കി ഒരു ജാതി നോട്ടുണ്ടായിരുന്നു. എന്താ കാരണം വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇത് കഴിയുമ്പോൾ ഇവർ തമ്മിൽ കുറ്റം പറയലും ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ. നമ്മൾ ആ സൈഡ് കാണുന്നില്ലല്ലോ. സി നമുക്ക് കുറച്ചല്ലേ ഇവര് കാണിച്ചു തരുന്നുള്ളൂ. പഴയ പൂജല്ലേ എലിമിനേറ്റ് ആയപ്പോൾ ആ പൂജയും പറയുന്നുണ്ടായിരുന്നു ഒരു പോയിന്റ്, അവര് കാണിക്കണം എന്ന് പറയുന്ന കാര്യങ്ങളെ കാണിക്കുന്നുള്ളൂ. ബാക്കി ഇതിൽ കുറേ നല്ല പ്ലേയേഴ്സ് ഉണ്ട്, ഇതിൽ ആരാ ഫൈനലിലേക്ക് വരികയെന്ന് അറിയില്ല. അപ്പൊ നമ്മൾ ഓഡിയൻസ് കാണാത്ത ഒരു ഭാഗം ഉണ്ട് ആക്ച്വലി അവിടെ നടക്കുന്നത്. പക്ഷെ ഇപ്പൊ നീ ശ്രദ്ധിച്ചോ, ജഡ്ജസ് ആദ്യത്തെ ഒക്കെ എപ്പിസോഡ്സിൽ ഒരു 3-ാമത്തെ ഒക്കെ എപ്പിസോഡ്സ് വരുന്നവിടം വരെ ഭയങ്കര എന്താ പറയുക റൂഡായിട്ടും ഹാർഷായിട്ടും ഒക്കെ സംസാരിക്കുന്ന പോലെ തോന്നിയേ. ഇപ്പൊ കുറച്ചൊന്ന് അതൊക്കെ മെലോഡൗൺ ചെയ്ത് വരുന്നുണ്ട് എന്ന് തോന്നുന്നു അല്ലേ? ജഡ്ജസും കുറച്ച് ജഡ്ജസിന് കണ്ടസ്റ്റൻസിനോട് കുറച്ച് ഇഷ്ടമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടാവും. കുറച്ച് ദിവസമായില്ലേ പരിചയപ്പെട്ടിട്ട്, അപ്പൊ ഒരു സ്നേഹമൊക്കെ വരുന്നുണ്ടാവും. അധികം ഹാർഷമൻ തോന്നുന്നുണ്ടാവില്ല ചിലപ്പോൾ. അതെ. പിന്നെ എലിമിനേഷനിൽ വരുമ്പോ ശരിക്കും ജെറ്റി പോണ്ട ഒരാളായിരുന്നു എന്ന് എനിക്ക് സത്യമായിട്ടും തോന്നുന്നില്ല. ആദ്യം തൊട്ട് ജെറ്റി നന്നായി കളിക്കുന്നുണ്ടായിരുന്നു, ഒരു ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു. കറക്റ്റ്, ബോഡി ലാംഗ്വേജും ആ കുട്ടിക്ക് പറയാനുള്ള പറയുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. അതെ, പക്ഷെ കൂടെ വന്ന സോന അല്ലേ, അതാ ഞാനിപ്പോ പറയാൻ വേണ്ടി വന്നേ. ആക്ച്വലി
ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം ഇവർ രണ്ടാൾ നിൽക്കുമ്പോ സോന പോവും ജെട്ടി നിൽക്കുന്ന ഞാൻ വിചാരിച്ചു. ബിക്കോസ് സോന ആദ്യം തൊട്ടേ ഇങ്ങനെ നമ്മൾ കുറച്ചൊരു നെഗറ്റീവായിട്ടാണ് നമ്മൾ സോനയെ പറ്റി കേൾക്കുന്നത്. ഇഷ്ടമായിരുന്നു RJ അനഘ ഒരു മെസ്സേജ് തന്നിട്ടാ പോയ എക്സിറ്റ് ചെയ്യുമ്പോ സോന ഞാൻ നല്ല ഫ്രണ്ടാന്ന് വിചാരിച്ച് സംസാരിച്ച പല കാര്യങ്ങളും എന്തോ ട്വിസ്റ്റ് ചെയ്തു, അതുകൊണ്ട് അവളെ വിശ്വാസമില്ലാന്നോ എന്തോ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും ജഡ്ജസിന് സോനോട് ഒരു ആര് റിയാസ് അല്ലേ സോനയ്ക്ക് വേണ്ടി കൺവിൻസിങ് പറഞ്ഞിട്ട് കാണിച്ചത്. സോ മേ ബി നമ്മളിപ്പോ പറഞ്ഞ പോലെ രഞ്ജു ഇതിന്റെ ബാക്കിൽ ഇവരെന്താ കാണിക്കുന്നത്, നമ്മൾ കാണാത്തൊരു ഭാഗം ജഡ്ജസ് കാണുന്നുണ്ടല്ലോ. അപ്പൊ മേ ബി സോനയ്ക്ക് വേറെ ലെയർ ഓഫ് ക്യാരക്ടർ വരുന്നുണ്ടാവുമായിരിക്കും. മേ ബി വരുന്ന എപ്പിസോഡിൽ നമുക്ക് കാണാൻ പറ്റും. മേ ബി ജഡ്ജസ് ഓർക്കുന്നുണ്ടാവും സോന ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ കളർഫുൾ ആകും. അതെ, പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ അറിയത്തില്ല, നമ്മൾ വെയിറ്റ് ചെയ്ത് തന്നെ കാണണം. എന്തായാലും ഈ പ്രാവശ്യം എലിമിനേറ്റ് ആയ ആൾക്കാർ ആരൊക്കെയാ? നമ്മുടെ സബീര, സോനി, റിജു ആൻഡ് അവർ ഫേവറേറ്റ് ജെറ്റി. അപ്പം 4 പേർക്ക് ഇൻഫിനിറ്റി പെൻഡന്റും കിട്ടിയിട്ടുണ്ട്. ഇനി അതെങ്ങനെ യൂസ് ചെയ്യും നമുക്ക് അറിയാം. അതെ, അതും വൈശാഖിന് കിട്ടിയിട്ടുണ്ട്. നോക്കാം നമുക്ക്. വൈശാഖ് ഇപ്രാവശ്യം നമ്മുടെ സൂപ്പർ ഹീറോ ആയി മാറുക കേട്ടോ. അതെ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് എക്കോസ് ഓഫ് എർത്ത് വിത്ത് റൺ ആൻഡ് ഗോ.